ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെല്ലാവരും പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും അല്ലേ? അപ്പം നമ്മുടെ മലയാള സെക്കൻഡിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മക്കളെ, കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലേ? എൻ്റെ കുഞ്ഞുമക്കൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കഥാപാത്ര നിരൂപണം. അപ്പം ഇവിടെ നോക്കിക്കേ, ഒരു കഥാപാത്രത്തിന്റെ സവിശേഷതകൾ, രൂപം, ഭാവം എന്നിവയെല്ലാം കണ്ടെത്തിയതിനു ശേഷം വേണം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഒരു കഥാപാത്ര നിരൂപണം എഴുതാൻ. അല്ലാതെ തുടക്കത്തിലെ കുറച്ച് ഹിന്റുകൾ, അതായത് കുറച്ച് സൂചകങ്ങളൊക്കെ അവിടെ സൂചനകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തേം പിടിച്ചോന്ന് വെച്ച് അതൊരുത്ത് എഴുതരുത്. കൃത്യമായിട്ട് വായിക്കുക, ആരാണ് അതിലെ കഥാപാത്രം നോക്കുക, അവരുടെ രൂപം എങ്ങനെയാണ്, അവരുടെ ഭാവം എങ്ങനെയാണ്, സവിശേഷതകൾ എങ്ങനെയാണെന്നൊക്കെ കണ്ടെത്തിയതിന് ശേഷം വേണം മാത്രം എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാൻ, കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ കേട്ടോ. അതേപോലെ തന്നെ ഏതൊരു കഥയിലാണെങ്കിലും ആ ഒരു കഥാപാത്രവും മറ്റുള്ള കഥാപാത്രവും തമ്മിൽ എന്ത് ചെയ്യും, സാദൃശ്യം ഉണ്ടാവും അല്ലേ? അതായത് എന്ത് ചെയ്യും, ബന്ധം എന്തെങ്കിലും ഉണ്ടായിരിക്കും. സോ എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്നുള്ള കാര്യം എൻ്റെ കുഞ്ഞുങ്ങളവിടെ കൊടുക്കണം. അതേപോലെ തന്നെ ആശയം കൃത്യമായിട്ട് ക്രമീകരിച്ച് വേണം എഴുതാൻ. അത് എഴുതുന്ന സമയത്തോ വാക്യഘടന ശ്രദ്ധിക്കണം, ചിഹ്നങ്ങൾ ശ്രദ്ധിക്കണം, അക്ഷരത്തെറ്റുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ എഴുതാൻ നമുക്ക് എന്ത് ചെയ്യും, കഥാപാത്ര നിരൂപണത്തിന് ഫുൾ മാർക്ക് കിട്ടൂലേ? അപ്പൊ ദാ ഇവിടെ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രന്റെ സ്വഭാവ സവിശേഷതകൾ എഴുതിയാലോ? നമ്മുടെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലല്ലേ, നമ്മുടെ ബാലചന്ദ്രന്റെ സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും റെഡി ആയിരിക്കല്ലേ? മിസ് പറഞ്ഞു തരാം. ഇതേപോലെ എന്താണ് സൂചകങ്ങളൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. പ്രകൃതി സ്നേഹം, നിരീക്ഷണ പാടവം, ആത്മാർത്ഥത, മുതിർന്നവരോടുള്ള സ്നേഹവും ബഹുമാനവും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കും. അപ്പൊ ദാ ഇവിടെ നോക്കിക്കേ, എന്തൊക്കെയാണ് ഇവിടെ വരുന്നതടാ? നോബൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോറിന്റെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ആര്? നമ്മുടെ ബാലചന്ദ്രൻ അല്ലേ? പ്രകൃതി സ്നേഹിയായ ബാലചന്ദ്രനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് എന്താ ഈ കഥയെല്ലാം നടക്കുന്നത്. മുതിർന്നവരോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് ആര്, നമ്മുടെ ബാലചന്ദ്രൻ പെരുമാറുന്നത് അല്ലേ? കുട്ടിക്കാലം മുതൽ തന്നെ അവനിൽ എന്തായിരുന്നു, വൃക്ഷത്തെ സ്നേഹിക്കണം എന്നുള്ള ആ ഒരു കാര്യമൊക്കെ അവനുണ്ടായിരുന്നു. അത് നമുക്ക് തികച്ചും ഈ കഥയിൽ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ഇലവ് മരമായിരുന്നു അവൻ സ്നേഹിച്ച വൃക്ഷം. നടപ്പാതയുടെ നടുവിലൂടെ വളർന്നു വരുന്ന ആ മരം ഭീഷണിയായപ്പോൾ, അതായത് മറ്റുള്ളവർക്ക് അത് ഭീഷണിയായേ, അതിലൂടെ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ അത് വെട്ടണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ബാലൻ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം വേദനയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഇലവു മരം വളർന്നു വരുന്ന അതിൻ്റെ ഓരോ വളർച്ചയും അത്രത്തോളം സൂക്ഷ്മമായിട്ടായിരുന്നു നമ്മുടെ ബാലചന്ദ്രൻ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അവന് ചെറുപ്പത്തിലെ അമ്മ മരിച്ചു പോയതാണ്. അപ്പൊ ആരുമില്ല, കൂടപ്പിറപ്പുകൾ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇലവു മരത്തെ സ്വന്തം സഹോദരനായിട്ടായിരുന്നു അല്ലേ അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അമ്മയില്ലാത്തതുകൊണ്ട് തന്നെ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരായിരുന്നു, അവർ വല്യമ്മയായിരുന്നു. വല്യമ്മേനെ അവൻ അമ്മയെ പോലെയാണല്ലേ കാണുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, അമ്മയില്ലാത്ത വളർന്ന ബാലചന്ദ്രന് അമ്മയെ പോലെയായിരുന്നു ആര്, നമ്മുടെ വല്യമ്മ. വല്യമ്മ അമ്മയും ഇലവു മരം എന്താണ്, സഹോദരനുമായിരുന്നു അല്ലേ? അങ്ങനെ അച്ഛൻ്റെ കൂടെ ആരെ, നമ്മുടെ ബാലചന്ദ്രൻ സിംലയിലേക്ക് പോകുമ്പോൾ ഇലവു മരത്തെ നോൽക്കാൻ ഇരിപ്പിക്കുന്നത് ആരെയാണ്, നമ്മുടെ വല്യമ്മയോടാണ്. വല്യമ്മയോട് പറയാ, എൻ്റെ ഇലവു മരത്തെ സൂക്ഷിക്കണേ. അപ്പം സ്വന്തം സഹോദരനെ സൂക്ഷിക്കാൻ അമ്മയെ ഏൽപ്പിച്ച് പോവുകയാണ്, വല്യമ്മയെ ഏൽപ്പിച്ച് പോവുകയാണ് ആര്, ബാലചന്ദ്രൻ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ലേ പ്രകൃതിയോട് എത്രത്തോളം സ്നേഹം അവനുണ്ട് എന്നുള്ളത്. അത് അവന് സിംലയിൽ നിന്ന് വല്യമ്മയ്ക്ക് എഴുതിയ കത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ കുട്ടിക്കാലം മുതലേ ഒരു മരത്തെ സ്നേഹിക്കുകയും അത് വെട്ടാനുള്ള ശ്രമത്തെ എതിർക്കുകയും ചെയ്യുന്ന ബാലചന്ദ്രൻ നമുക്ക് എല്ലാവർക്കും എന്താണെടാ, ഒരു പ്രചോദനമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ബാലചന്ദ്രന്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. അതിനി ആരുടെ കഥാപാത്ര നിരൂപണം വന്നാലും അത്തരത്തിൽ എൻ്റെ മക്കൾ എഴുതണം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വാഗ്മയ ചിത്രമാണ്. എന്താണ് വാഗ്മയ ചിത്രം എന്ന് പറയുന്നത്? നമ്മളെ വാക്കുകളിലൂടെ ഒരാളെ വരച്ചു കാണിക്കുക. ഇപ്പൊ എക്സാമ്പിൾ നോക്കിക്കേ, വെളുത്ത മുടി വാരിക്കൂട്ടി നെറുകയിൽ കെട്ടിയിരിക്കുന്നു, കാതിൽ ഊഞ്ഞാലാടുന്ന തോടകൾ, വാത്സല്യം തുളുമ്പുന്ന കണ്ണുകൾ, സ്നേഹം പ്രകാശിക്കുന്ന മുഖം. ഇതൊക്കെ പറയുമ്പോൾ ഒരു മുത്തശ്ശിയുടെ മുഖം എൻ്റെ മക്കളെ മനസ്സിലേക്ക് ഓടി വരുന്നില്ലേ? അത് തന്നെയാണ് വാഗ്മയ ചിത്രം എന്ന് പറയുന്നത്. അതായത് മക്കളെ,
വാക്കുകളിലൂടെ ഒരാളെ നമ്മൾ വരയ്ക്കുന്നതിനെയാണ് വാഗ്മയ ചിത്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാച്ചാജിയുടെ വാഗ്മയ ചിത്രം തയ്യാറാക്കി നോക്കിയാലോ? ഇവിടെ നിങ്ങൾക്ക് ചാച്ചാജിയെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വാഗ്മയ ചിത്രമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വെളുത്ത വസ്ത്രം ധരിച്ച് തലയിൽ തൊപ്പി ധരിച്ച് പോക്കറ്റിൽ ഒരു റോസാപ്പൂവുമായി എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി സൗമ്യമായി പെരുമാറുന്ന ജവഹർലാൽ നെഹ്റു, കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ സ്വന്തം ചാച്ചാജി. അപ്പം ഇതേ രീതിയിലാണ് എൻ്റെ മക്കൾ എന്ത് ചെയ്യേണ്ടത്? വാഗ്മയ ചിത്രം തയ്യാറാക്കേണ്ടത്. അപ്പം മനസ്സിലായില്ലേ? വാക്കുകളിലൂടെ ഒരു വ്യക്തിയെ വരയ്ക്കുന്നതാണ് വാഗ്മയ ചിത്രം. അപ്പം നമ്മൾ കഥാപാത്ര നിരൂപണവും അതേപോലെ തന്നെ വാഗ്മയ ചിത്രവും പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പം ഇത് നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം അതൊന്ന് സെറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് സെക്ഷനായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് അസ് ഡിയേഴ്സ്.